ഒരു വിശുദ്ധനായി തീരണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതിനായി ആഗ്രഹിക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ്. നിങ്ങളുടെ ആത്മീയ വായന നിങ്ങൾ അവഗണിക്കരുത്. പുണ്യവായന അനേകരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീമ. ഏതെങ്കിലും ഒരു പാപം ചെയ്തുവെന്ന് മനസ്സിലായാൽ ഞാൻ ഉടൻ തന്നെ അതിന് തക്കതായ ഒരു പ്രായശ്ചിത്തം ചെയ്യും. കുംഭസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്തത്തിന് പുറമെയാണിത്. വിശുദ്ധിയിൽ വളരാൻ ഇതേറെ സഹായിക്കും. വിശുദ്ധ അൽഫോൻസാമ. വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നിങ്ങൾ ഓടിയകലണം. നിങ്ങൾക്ക് ആത്മീയരായ നല്ല കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുമെന്ന് ഞാൻ വാക്കുതരാം. എന്നാൽ നിങ്ങൾക്ക് ചീത്ത കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വയം ചീത്തയാവുകയും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. വിശുദ്ധ ഡോൺ ബോസ്കോ. നിങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. കാരണം അവന് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ. വിശുദ്ധരാകണമെങ്കിൽ പതിവായി കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഡൊമിനിക് സാവിയോ. അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചുത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിൽ വലിയ വിശുദ്ധി അടങ്ങിയിരിക്കുന്നു. നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകണ്ട എന്നാണ് അർത്ഥം. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീമ. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖയെ വിളിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുവാൻ അവൻ തൽപരനാണ്. പിശാചിനെ അവഗണിക്കുകയും ഭയപ്പെടാതിരിക്കുകയും വേണം. കാരണം നിങ്ങളുടെ കാവൽ മാലാഖയെ കാണുന്ന മാത്രയിൽ അവൻ ഭയപ്പെടുകയും ഓടിക്കളയുകയുമാണ് ചെയ്യുക. വിശുദ്ധ ഡോൺ ബോസ്കോ. എല്ലാ വിശുദ്ധരും നന്നായി തുടങ്ങിയവരല്ല, പക്ഷേ എല്ലാവരും നന്നായി അവസാനിപ്പിച്ചവരാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. എന്നെ വിശ്വസിക്കൂ, ഒരു വിശുദ്ധനാകാൻ തുടങ്ങേണ്ടതിന് നാളെ വരെ കാത്തിരിക്കരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ. എന്താ, വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നില്ലേ? ഒരു നല്ല കുമ്പസാരത്തോടെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? അങ്ങനെയാകട്ടെ. ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കണം.